ഹലോ ഗൈസ്, എന്ന് നമ്മൾ ചോറുള്ള പള്ളിയിലല്ലോ നോമ്പറക്കാൻ പോലെ ഇന്ന് നമ്മൾ സമൂസയുള്ള പള്ളിക്ക് നോമ്പറക്കാൻ വന്നത്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ? അങ്ങനെ നമ്മൾ കോഴിക്കോടുള്ള ബേബിന്റെ അടുത്തുള്ള പള്ളിയിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഈ പള്ളിന്റെ പേരറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം. പള്ളി തപ്പി പോയതുകൊണ്ട് നമ്മളൊന്ന് കയറാൻ വൈകിയേ, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഷൂ ഒക്കെ ഊരി ഒന്ന് ഉള്ളിൽ കയറാൻ നോക്കണം. അങ്ങനെ ഇവിടെ ഷൂ പോകുന്നുള്ള പേടി നമുക്കില്ലേ, കാരണം ഇവിടെ കുറച്ച് ആൾക്കാരെ നോമ്പറക്കാൻ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂ ഒക്കെ സേഫ് ആക്കി നമ്മൾ ഉള്ളിൽ കയറാനുള്ള പരിപാടി സ്റ്റാർട്ട്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ ലിഫ്റ്റ് കയറാനുള്ള സൗകര്യമൊക്കെ ഈ പള്ളിയിലുണ്ട്. അസ്ലമിന് പിന്നെ സ്റ്റെയർ കേസ് കയറാനുള്ള മടിയുണ്ട്, ഓൻ ലിഫ്റ്റ് കയറാനുള്ള പൊലിവിലാണ് ഓന്റെ സ്ലോ മോഷൻ കളിയാണ്ട് ലിഫ്റ്റ് അതിന്റെ പണിക്കോയി. അതുകൊണ്ട് തന്നെ ഓനെ കൂട്ടി നമ്മൾ കോണി കയറാൻ, കാരണം ലിഫ്റ്റ് തിരിച്ചു വരുമ്പോൾ തന്നെ നോമ്പുതുറ കഴിയും. ആൾക്കാരൊക്കെ ഉള്ളു എടുത്ത് ഉള്ളിൽ കയറാനുള്ള തിരക്കിലാണ്. നമ്മളും ഉള്ളു എടുത്ത് പെട്ടെന്ന് ഉള്ളിൽ കയറി. അങ്ങനെ വിശാലമായിട്ടുള്ള നോമ്പ് തന്നെ അവരവിടെ ഒരുക്കി. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ നോമ്പ് വിൽക്കുന്നത് തിന്നാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങളെപ്പോലെ കുറെ ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നോമ്പും പറഞ്ഞ് ഞാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ റേസിനെ അസ്ലമിനെ അവിടെ കാണുന്നത്. എന്നെ കാത്തുന്നവരൊക്കെ അവിടെ നിന്ന് ചോദിക്കണം. അപ്പൊക്ക് മനസ്സിലായി ഇനി കാത്തുന്നാൽ നിസ്കാരത്തിലെ ഫസ്റ്റ് സഫിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്നെ പോയത് കാരപ്പറമ്പ് തരിക്കഞ്ഞി കിട്ടുന്ന ഷോപ്പിലോട്ടാണ്. എന്നും ഈ ഷോപ്പിൽ വരുന്നോട് എനിക്കുള്ള തരിക്കഞ്ഞി ഓലവിടെ മാറ്റി. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യണ ആവശ്യം അവിടെ വന്നില്ല. യാസർ ചായ പറയെങ്കിലും ഓന്റെ വർത്താനം കേട്ട് ആ ചായന്റെ ചൂടാറും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു സിപ്പ്. ലാസ്റ്റ് ഊരക്കും കൈയെടുത്തപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്നാ തന്നെ പൈസ പോണില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കണോ നമ്മളേക്കെല്ലായിരിക്കും ഫോണില്ലേ എന്നുള്ളത്. നമ്മളേക്ക് ഫോൺ ഉണ്ട്, പക്ഷെ സെർവർ ഡൗൺ ആണ്. ഒരുത്തം വണ്ടിയിൽ ഹെൽമെറ്റ് ഇട്ട് കയറിയപ്പോൾ ആ സെർവർ ഡൗൺ എന്ന് പറഞ്ഞത്. അതേ ഭാര്യ തിരിച്ചറിഞ്ഞു നമ്മളെടുത്ത് വന്നു. നീ അറിഞ്ഞ ഞാൻ പെട്ടു.